ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി. ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. എൻ്റെ പേര് സത്യനാരായണൻ എന്നാണ്, സ്വദേശം കാസർഗോഡാണ്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യക്തികൾ പഴയ വീഡിയോസ് എല്ലാം കാണുക. ഞാൻ സെൽഫ് ട്രാൻസ്പ്ലാന്റ് ചെയ്തൊരു വ്യക്തിയാണ്. ഇന്നേക്ക് ഏകദേശം 6 വർഷവും 6 മാസം കഴിഞ്ഞു ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട്. എൻ്റെ തല ഇങ്ങനെ ആയിരുന്നില്ല, ഫുൾ കഷണ്ടി ആയിരുന്നു. നിങ്ങൾക്ക് ഞാൻ ഫോട്ടോസ് ഒന്ന് കാണിക്കാൻ നോക്കിക്കോളൂ. ആദ്യം ട്രാൻസ്പ്ലാന്റ് ചെയ്തത് പൂനെയിലാണ്. 5000 ഗ്രാഫ്റ്റാണ് ഫസ്റ്റ് സിറ്റിംഗ് യൂസ് ചെയ്തത്. പിന്നെ സെയിം ക്ലിനിക്ക് ഡോക്ടേഴ്സ് കൊച്ചിയിൽ ഓപ്പൺ ചെയ്തു. അങ്ങനെ രണ്ടാമത്തെ സിറ്റിംഗ് കൊച്ചിയിൽ ചെയ്തു. അങ്ങനെ 3000 ഗ്രാഫ്റ്റാണ് സെക്കൻഡ് സിറ്റിംഗിൽ ഉപയോഗിച്ചത്. ഇപ്പോൾ സെയിം ക്ലിനിക്ക് ട്രിവാൻഡ്രത്തുണ്ട്, കാലിക്കറ്റ് ഉണ്ട്, ബാംഗ്ലൂർ ഉണ്ട്. ഞാനിപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് 6.5 വർഷം കംപ്ലീറ്റ് ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്നെ പല ആൾക്കാർ വിളിക്കാറുണ്ട്, എൻ്റെ നമ്പറിൽ വിളിക്കാറുണ്ട്, ഡൗട്ട്സ് ചോദിക്കാറുണ്ട്. എല്ലാ കേസുകളിലും ഡയറക്റ്റ് കയറി ട്രാൻസ്പ്ലാന്റ് ചെയ്യരുത്. ഞാനൊരു പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്ത കാര്യം നിങ്ങൾക്കറിയാമല്ലോ. മെഡിസിൻ കൊണ്ട് റിസൾട്ട് വന്ന ആൾക്കാരുടെ റിസൾട്ട്സ് ഷെയർ ചെയ്യുന്ന ഒരു 4 വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇത് 5ാമത്തെ വീഡിയോ ആണ്. ഇത് ജസ്റ്റ് 1 മാസം കൊണ്ട് വന്നൊരു മാറ്റമാണ് കേട്ടോ. ഒറ്റൊരു മാസം കൊണ്ട്. ഞാനൊരു കാര്യം നിങ്ങളടുത്ത് വ്യക്തമായിട്ട് പറയാം. എല്ലാ കഷണ്ടിയും ഒരിക്കലും ട്രാൻസ്പ്ലാന്റ് ചെയ്യരുത്. ഇപ്പോൾ ജസ്റ്റ് ഒരു തിന്നിങ് ആണ്, കുറച്ച് മുടി അവിടെ ഇവിടെ ആയിട്ട് പോകുന്നുണ്ട്. ഇങ്ങനത്തെ കേസിൽ ചാടിക്കയറി ട്രാൻസ്പ്ലാന്റ് ചെയ്യരുത്. ഇത് ചെയ്ത് കൊടുക്കുന്ന ക്ലിനിക്കുകളുണ്ട് കേട്ടോ. ഞാൻ വെറുതെ പറയുന്നല്ല. നമ്മൾക്കിതിപ്പോൾ നമ്മൾ പെട്ടെന്ന് ടെൻഷനാവും. പ്രത്യേകിച്ചിട്ടും ഒരു 22-23 വയസ്സുള്ള ഒരാളാണെങ്കിൽ പെട്ടെന്ന് മുടി പോകുമ്പോൾ നമ്മൾ പാനിക്കാവും. 100% ഞാൻ പാനിക്കായതാണ്. നമ്മൾ ആ സമയത്തായിരിക്കും വല്ല ആദിവാസിയുടെ എണ്ണയോ മറ്റേ എണ്ണയോ ഇതൊക്കെ നമ്മൾ ആദ്യം ട്രൈ ചെയ്യും. അത് നിൽക്കുന്നില്ല, പിന്നെ വേറെ അടുത്ത സെഗ്മെൻറ്റിൽ പോവും, പിന്നെ ഡയറക്റ്റ് ക്ലിനിക്കിലോട്ട് അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോട്ട് പോകും. ആ സമയത്ത് നമ്മൾ ചില ക്ലിനിക്കുകൾ എന്ത് ചെയ്യും, അപ്പം തന്നെ എടുത്ത് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ വേസ്റ്റ് ആയിരിക്കും കണ്ടീഷൻ. അത് ആദ്യം മനസ്സിൽ വെക്കുക. കാരണം ഇതിന് ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സ്, ഒരുപാട് തെറാപ്പീസ്, ക്ലിയർ ആയിട്ടുള്ള മെഡിസിൻസ് ഉണ്ട്. നമ്മൾ ആദ്യം അത് ട്രൈ ചെയ്യുക. അതും ചെറിയ ഡോസിന് സ്റ്റാർട്ട് ചെയ്യാവും. പല ഡോക്ടർമാർ ചെയ്യുന്നൊരു മിസ്റ്റേക്ക്, മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കാം, അറിയാതെ ആയിരിക്കാം. ഡയറക്റ്റ് 10% മിനോക്സിഡിൽ അല്ലെങ്കിൽ 12, അതായത് ഹൈ ഡോസാണ് തരുന്നത്. ഈ ഹൈ ഡോസ് മെഡിസിൻ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ലോ ഡോസ് ഒന്നും എഫക്റ്റ് ആവുന്നില്ല. ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ഇതൊന്ന് ശ്രദ്ധിക്കുക. ഞാനൊരു ഫോട്ടോ കാണിക്കാം, നോക്കിയാൽ എൻ്റെ കോൺടാക്റ്റും എങ്ങനെ ഉണ്ടായിരുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യണം. എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞു, ഒരു കാരണവശാലും ചെയ്യരുത്. കാരണം ഇത് ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ട ഒരു കേസല്ല. ഇത് നിങ്ങൾ നേരിട്ട് കൺസൾട്ട് ചെയ്യുക. ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ മെഡിസിൻസ് കൊണ്ട് മുടി വരാനുള്ള ചാൻസ് ഉണ്ട്. ഡോക്ടറെ നേരിട്ട് കാണുക എന്ന് പറഞ്ഞു. അതേ പ്രകാരം അദ്ദേഹം കൊച്ചിയിൽ പോയി ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞെങ്ങനെയാണ്, ഡോണ്ട് ഗോ ഫോർ ട്രാൻസ്പ്ലാന്റ്, നമ്മൾ ട്രൈ ചെയ്യാമെന്ന്. ജസ്റ്റ് 1 മാസം, കൂടുതൽ സമയം എടുത്തു, ഒറ്റൊരു മാസം കൊണ്ട് അദ്ദേഹത്തിൻ്റെ തലയിൽ വന്ന മാറ്റം ഇതാണ്. 1 മാസം കൊണ്ട് എല്ലാവർക്കും ഈ ഒരു റിസൾട്ട് കിട്ടണമെന്നില്ല. പ്രത്യേകിച്ചിട്ട് മെഡിസിൻസ് മിനോക്സിലൊക്കെ ഉപയോഗിക്കുമ്പോൾ ചില കേസുകളിൽ ഹെയർ ആദ്യം കൂടുതലായിട്ട് പോവും, പിന്നെയാണ് ചിലപ്പോൾ ഹെയർ ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യത്തെ 3 മാസമോ 4 മാസമോ ഹെയർ കൂടുതലായിട്ട് പോകാറുണ്ട്. പല ആൾക്കാരും ആ സമയത്ത് മെഡിസിൻ അങ്ങ് സ്റ്റോപ്പ് ചെയ്യും. ഇപ്പോൾ ആദ്യം നമ്മൾ മെഡിസിൻ ഉപയോഗിക്കുമ്പോൾ കുറച്ച് ഹെയർ കൂടുതലായിട്ട് പോകുമെന്ന് വിചാരിക്കുക. ഇവർ വിചാരിക്കുന്നത് എന്താണ്, ഈ മെഡിസിൻ എന്തോ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് അപ്പം തന്നെ 1-2 മാസം ഉപയോഗിച്ചും മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യും. സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ ഫാൾ പിന്നെയും കൂടും, മൊത്തം കഷണ്ടിയാവും. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ലൂസായി നിൽക്കുന്ന ഹെയറുകൾ ആദ്യം പോകും, പിന്നീടാണ് ആ ഒരു റൂട്ടിൽ നിന്ന് പുതിയ മുടികൾ കിളിച്ച് വരിക. അതുകൊണ്ട് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത്. ഇദ്ദേഹത്തിൻ്റെ പുതിയ അപ്ഡേറ്റ് എനിക്ക് കിട്ടിയില്ല. ജസ്റ്റ് 1 മാസം കൊണ്ട് തന്നെ ഇത്രയും മാറ്റം വന്നു. എന്തായാലും എൻ്റെ ഒരു 8 മന്ത്സ് ആകുമ്പോൾ തന്നെ ഏകദേശം ഇദ്ദേഹത്തിൻ്റെ ഹെയർ ഫുൾ കവർ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്, കൃത്യമായ മെഡിക്കേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ മെഡിസിൻസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഇത് നിർത്തി കഴിഞ്ഞാൽ ഈ മെഡിസിൻ കൊണ്ട് വന്ന മുടിയോ അല്ലെങ്കിൽ ബാക്കി മുടികൾ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സഡൻലി നിർത്തുകയോ അല്ലെങ്കിൽ മിനോക്സിലൊക്കെ ഉപയോഗിച്ച് ഒരിക്കലും ഘട്ടഘട്ടമായി നിർത്തിയാലും മുടി പോകാറുണ്ട്. അത് നിങ്ങൾ ഡോക്ടേഴ്സ് ഒന്ന് കോർഡിനേറ്റ് ചെയ്യുക. കാരണം വെച്ചാൽ വെറുതെ നിർത്തരുത്. ഇപ്പം നമ്മൾക്കൊരു സംഭവം റിസൾട്ട് തരുന്നുണ്ട്, പിന്നെ നിർത്തേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ കൃത്യമായിട്ടുള്ള ഡോസേജ് കുറച്ചുകൊണ്ട് കൂട്ടിക്കൊണ്ടിരിക്കാം. ഇപ്പം നമ്മൾക്ക് ഡയറക്റ്റ് പോയിട്ട് മിനോക്സിലൊക്കെ ഉപയോഗിക്കരുത്. കാരണം നിങ്ങളുടെ സ്കിന്ന് നോക്കണം, ഹെയറിൻ്റെ കണ്ടീഷൻ നോക്കണം. ഇതൊക്കെ നോക്കിയിട്ടേ മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യാവും. ഇപ്പോൾ ഞാൻ പറഞ്ഞു, മറ്റൊരാൾ ഇങ്ങനെ യൂട്യൂബിൽ പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ ഒരു ഡയറക്റ്റ് പോയിട്ട് മെഡിസിൻസ് ഉപയോഗിക്കരുത്. ഇതിന് പ്രത്യേക ഒരു കണക്കുണ്ട്. അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ പാലിച്ചിട്ട് ചെയ്യാവും. പിന്നെ നിങ്ങൾക്ക് നേരിട്ട് കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെ ഹെയറിൻ്റെ റൂട്ട് എങ്ങനെയുണ്ട്, സ്ട്രോങ് ആണോ, ഹെയറിൻ്റെ ക്വാളിറ്റി ഉണ്ടോ, ഇതൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും. ഇതെല്ലാ ക്ലിനിക്കിലുണ്ട്. ട്രൈക്കോസ്കോപ്പ് എന്നൊരു മെഷീനുണ്ട്. അതിങ്ങനെ തലയിൽ വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് വെക്കുമ്പോൾ തന്നെ ഒരു സ്ക്രീനിൽ കാണാൻ പറ്റും. ഇതിൻ്റെ റൂട്ടിൻ്റെ ഇതും ഡാൻഡ്രഫുണ്ട്, എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും. ഇതൊന്നും വലിയ സംഭവമൊന്നുമല്ല. ഇത് എല്ലാ ക്ലിനിക്കുകളും ഇല്ല സംഭവമാണ്. ഇപ്പോൾ PRP ആണെങ്കിലും GFC ആണെങ്കിലും ബാക്കി എല്ലാ ട്രീറ്റ്മെൻറ്റും എല്ലാ ഡോക്ടേഴ്സ് ചെയ്യുന്നത്. പ്രത്യേകിച്ചൊരു ട്രീറ്റ്മെൻറ്റ് ഇല്ല. ഹെയർ വരാനുള്ള ഡിഫറൻ്റ് ആയ ട്രീറ്റ്മെൻറ്റ് ഇന്ന് ലോകത്തില്ല. ആരെങ്കിലും പറയുന്നുണ്ട് ഞങ്ങളവിടെ മാത്രമേ ഈ ട്രീറ്റ്മെൻറ്റ് ഉള്ളൂ എന്നാൽ അത് ഫേക്കാണ്. കാരണം അങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് ഇല്ല. മാർക്കറ്റിൽ എല്ലാവരും ചെയ്യുന്ന കേട്ടോ.
അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ക്ലിനിക് സെൻറ്റർ സെലക്ട് ചെയ്യുക, നല്ല രീതിയിൽ ഉപയോഗിക്കുക. പിന്നെ മെഡിസിൻസ് ഉപയോഗിക്കുമ്പോൾ ഏറ്റവും നല്ല ക്വാളിറ്റി മെഡിസിൻസ് ഉപയോഗിക്കാവും. കമ്പനി നല്ല ക്വാളിറ്റി കമ്പനി, ലോക്കൽ ജനറിക് ബ്രാൻഡെല്ലാം വരും, അതൊക്കെ ഉപയോഗിക്കരുത്, അത്ര എഫക്റ്റ് ഉണ്ടാവുന്നില്ല. സോ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും ബ്രാൻഡഡ് ആയിരിക്കും. ബ്രാൻഡഡ് സാധനത്തിന് എപ്പോഴും റേറ്റ് ഉണ്ടാവും, അതിൻ്റെ റിസൾട്ട്സും നല്ലതായിരിക്കും. സോ നിങ്ങൾ ആ രീതിയിൽ ഒന്ന് നോക്കുക. ഓക്കെ, അതുകൊണ്ട് ചാടിക്കയറി എല്ലാവരും ഒരു ട്രാൻസ്പ്ലാന്റ് ചെയ്യരുത്. നമ്മൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ചെയ്യുക. ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ നമ്മൾ റൂട്ട് കംപ്ലീറ്റ് ആയിട്ട് നശിച്ചിട്ടുണ്ടെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യുക. അല്ലാതെ 22-23 വയസ്സിലെ പയ്യന്മാരൊക്കെ എന്നെ വിളിക്കും, 18-17 വയസ്സിലെ ആൾക്കാർ വിളിക്കാറുണ്ട്, ഹെയർ ഫോളുണ്ട്, കഷണ്ടിയായി. ഇപ്പം നിങ്ങൾ കഷണ്ടി ആയിട്ടുണ്ട്, അവിടെ റൂട്ട് വരുന്നില്ല, അവിടെ സ്കിൻ അതായത് മുടി വരില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ ട്രാൻസ്പ്ലാന്റ് അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. പിന്നെ ഇങ്ങനത്തെ കേസിലൊക്കെ ഞാൻ പറഞ്ഞു, ഇപ്പോൾ കാണിച്ച കേസിലൊക്കെ വിഗൽ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഹെയർ കംപ്ലീറ്റ് ആയിട്ട് പോകും. സോ ഇതൊക്കെ നമ്മളൊന്ന് ആലോചിക്കുക. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് നല്ലൊരു ഇൻഫർമേഷൻ വീഡിയോ ആയിരിക്കും എന്ന് വിചാരിക്കുകയാണ്. ഈ രീതിയിലുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി. ഹെയർ ട്രാൻസ് സഫാരി എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, യൂട്യൂബ് പേജുണ്ട്, അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജുണ്ട്, ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ ഞാനൊരു വാട്സപ്പ് ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതിന് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. ആയിരിക്കും താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. കാരണം ഞാൻ ഒരുപാട് റിസൾട്ട്സിൻ്റെ വീഡിയോസും എൻ്റെ വീഡിയോൻ്റെ ലിങ്കൊക്കെ അത് ഷെയർ ചെയ്യാറുണ്ട്, നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുകയാണ്. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് this video. I'll come back with a new video very soon. Bye.